ഹലോ, അപ്പോൾ ഇന്ന് ഒരു വൈറ്റ് ചിക്കൻ പഫ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെക്കുക, അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി, പിന്നെ ഒരു അര ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം കൂടെ നന്നായി ഇതുപോലെ ചതച്ചെടുത്തിട്ട് നമുക്ക് ഓയിലിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഫസ്റ്റ്. അപ്പോൾ ഈ ഒരു അളവ് ഞാൻ 200 ഗ്രാം ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള അളവാണിത്. പിന്നെ എരിവുള്ള മുളകാണെങ്കിൽ ഒരു മുളക് മതിയാവും, എരിവില്ലാത്തതാണെങ്കിൽ ഒരു 2 മുളക് വരെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. ചിക്കന് ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. കൈ വെച്ച് ഇങ്ങനെ പിച്ചി കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ, അപ്പോൾ നമ്മൾ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അധികം എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, പച്ചമുളകിൻ്റെ എരിവ് തന്നെ മതിയാവും. പിന്നെ ഇത് അത്ര എരിവൊന്നുമില്ല കേട്ടോ. പിന്നെ തീരെ എരിവ് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു 1/4 കപ്പ് പാലും കൂടി നന്നായിട്ട് കട്ടയില്ലാതെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മിക്സാണ് നമ്മൾ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് ചിക്കൻ പഫ്സ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണിത്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് ആ പാലിൻ്റെ മിക്സും പാലും കോൺഫ്ലവറും കൂടിയുള്ള മിക്സ് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ആ മസാലയിൽ. ഈ സമയത്ത് നമുക്ക് ഈ പാലും കോൺഫ്ലവറും കൂടിയുള്ള മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ അത് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് നമുക്കത് നല്ല തിക്കായിട്ട് വരുന്നത് മനസ്സിലാവും. ഇതുപോലെ കട്ട ഉടച്ചിട്ട് വേണം നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തപ്പോൾ തന്നെ ഇതുപോലെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഈ സമയത്ത്. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഫ്സിൻ്റെ പേസ്ട്രിയാണ്. അപ്പോൾ അത് ഇതുപോലെ, ഞാനിപ്പോൾ ഇത് റെഡിമെയ്ഡ് വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് സ്ക്വയർ ഷേപ്പിലാണ് കിട്ടൽ. അപ്പോൾ അത് ഇതുപോലെ ഒരു കുക്കി കട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂടി വെച്ചിട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഉള്ളിൽ ഇതുപോലെ നമുക്ക് ഈ ഒരു ഷേപ്പിലും കിട്ടണം. 2 സർക്കിൾ ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഉള്ളിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ കുക്കി കട്ടർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ പോർഷനും കൂടി കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. അപ്പോൾ ഇതുപോലത്തെ അടപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അത് കട്ട് ചെയ്താൽ മതിയാവും. അതെൻ്റെ മോളാണ്, അവൾ അതെടുത്ത് പോയതാണ്. അപ്പോൾ ഞാൻ വെറുതെ സ്ലോ മോഷനിലാക്കി ചുമ്മാ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മോസറല്ല ചീസാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് 2 ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് സർക്കിളായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല കട്ടിയിൽ വേണം നമ്മൾ ഈ പഫ് പേസ്ട്രി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ക്വയറിലാണ് നമ്മൾ റെഡിമെയ്ഡായിട്ട് കിട്ടുമ്പോൾ വാങ്ങിക്കൽ. അപ്പോൾ അത് പരത്താതിരിക്കുന്നതാണ് നല്ലത്. അത് ജസ്റ്റ് ഒന്ന് കുക്കി കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അടപ്പ് വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അധികം പരത്തി കൊടുക്കണ്ട, നമുക്ക് കുറച്ച് കട്ടി വേണം, എന്നാലേ ഇത് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഫില്ലിങ്സ് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കുക.
പിന്നെ ഇതിൻ്റെ മേലെ സെക്കൻഡ് ആയിട്ടുള്ള ലെയറും കൂടി വെച്ച് കൊടുക്കുക. നമ്മൾ ചെറിയ സർക്കിളിൽ കട്ട് ചെയ്തെടുത്തത് അത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഏത് ഷേപ്പിലാക്കിയാലും ടേസ്റ്റ് ഒന്നാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫില്ലാവുന്ന അത്രയും, അല്ലെങ്കിൽ നിങ്ങൾ വലിയ സർക്കിളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫില്ലാവുന്ന അത്രയും നമുക്ക് കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ല് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ലെയറിൻ്റെ മേലേക്ക് വരാത്ത രീതിയിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പൊങ്ങി വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലായിട്ട് വേണം ഈ മസാല ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മോസറല്ല ചീസും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചീസൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ എന്തായാലും ആ ഒരു ടേസ്റ്റ് നല്ല ഇഷ്ടമാവും. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാം. ഇപ്പോൾ ഞാൻ എല്ലാം ഫില്ല് ചെയ്തെടുത്ത് എല്ലാം എഗ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നടുവിലുള്ളത് ഞാൻ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ആ ഷേപ്പിലാക്കി എടുത്തതാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം. അപ്പോൾ 150 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമുക്ക് ഒരു 180 ഡിഗ്രിയിൽ തന്നെ 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ കേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ അടിയിൽ ഉപ്പൊക്കെ ഇട്ട് ചെയ്യുന്ന പോലെ ചെയ്താലും മതി. അപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മുടെ വൈറ്റ് ചിക്കൻ പഫ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ചൂടോട് കൂടി കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. കെച്ചപ്പിൻ്റെ കൂടെ ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, ഉള്ളിൽ ആ ഒരു ചിക്കൻ നല്ല സോഫ്റ്റാണ് പാലിൽ വേവിച്ചിരിക്കുന്ന കാരണം. പിന്നെ ആ ഒരു ചീസിൻ്റെ ഫ്ലേവറും പിന്നെ പച്ചമുളക് അരച്ചിട്ടാണല്ലോ ചേർത്തത്, അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും പിന്നെ പുറത്ത് നല്ല ക്രിസ്പിയാണ്. അപ്പോൾ അതെല്ലാം കൂടി അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി പഫ് പേസ്ട്രി വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണല്ലോ, നല്ല ഈസി സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്